പ്രൈസ് ദി ലോർഡ്. കോർണർസ്റ്റോൺ മിനിസ്ട്രീസിന്റെ പ്രോഫറ്റിക് ഓറക്കിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്യുന്ന പ്രവചനങ്ങൾ അത് ചരിത്രത്തിൽ മാറ്റമില്ലാതെ നിവർത്തിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ ജനത്തിന്റെ കഠിനമായ മറ്റൊരു പ്രതിസന്ധിയിൽ ദൈവം നൽകിയ പ്രവചനത്തെയും അതിന്റെ അത്ഭുതകരമായ നിവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറപ്പാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിൽ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതെ അവർ രഫീദീമിൽ വെച്ച് മോശയോട് വല്ലാതെ പിറുപിറുക്കുകയാണ്. ദാഹം കൊണ്ട് ജനവും മൃഗങ്ങളും ഒക്കെ ചത്തുപോകുമെന്ന അവസ്ഥ. എന്നാൽ ഭയന്നുപോയ മോശയോട് യഹോവയായ ദൈവം ഒരു പ്രോഫറ്റിക് ഡിക്ലറേഷൻ നടത്തുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വചനം പറയുന്നു, ഞാൻ അവിടെ ഹോരേബിൽ പാറമേൽ നിന്റെ മുമ്പാകെ നിൽക്കും, നീ പാറയെ അടിക്കണം, ജനത്തിന് കുടിപ്പാൻ ഇതിൽ നിന്ന് വെള്ളം പുറപ്പെടും. മനുഷ്യബുദ്ധിക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു കരിമ്പാറയിൽ നിന്ന് വെള്ളം വരിക. എന്നാൽ ദൈവം ചെയ്ത പ്രവചനമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞതുപോലെ തന്നെ മോശയെ ഇസ്രായേൽ മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് തന്റെ വടി എടുത്ത് പാറയെ അടിച്ചു. അപ്പോൾ കരിമ്പാറ പിളർന്ന് ജനത്തിന്റെ ദാഹം മാറ്റാൻ തക്കവണ്ണം വലിയൊരു നദി പോലെ വെള്ളം ഒഴുകി വന്നു. ദൈവത്തിന്റെ വാക്ക് അവിടെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടു. ഇന്ന് ഈ പ്രവചന ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായി. അന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന്റെ ദാഹം മാറ്റിയ ആ പാറ ഇന്ന് നമ്മുടെ ആത്മീയ ദാഹം മാറ്റുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഇന്നൊരു വരണ്ട മരുഭൂമി പോലെയാണോ? പ്രത്യാശകളുടെ എല്ലാ വഴികളും അടഞ്ഞ് ഒരു തുള്ളി വെള്ളത്തിനായി നിങ്ങൾ വലയുകയാണോ? പ്രതീക്ഷയെല്ലാം അസ്തമിച്ച അവസ്ഥയാണോ? ഭാരപ്പെടല്ലേ. ഇന്ന് ഇസ്രായേലിന് വേണ്ടി ആ കരിമ്പാറയെ പിളർന്ന് വഴി തുറന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധികളുടെ ആ കരിമ്പാറകളെ തകർത്ത് അതിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. നിന്നെ വിളിച്ചിറക്കിയ ദൈവം വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കാനിടയായി തീരും. വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.